Hello everyone, welcome back to Silent Learning. Akshay sir ആണ്. സോ മക്കളെ, അക്ഷയ് സാർ എന്ന് വന്നത് നിങ്ങൾ കണ്ടു. തമ്പനയില് ന്യൂട്രിയന്റ് മാനേജ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. അതിൽ മാനുവറും ഫെർട്ടിലൈസറും എന്താണ്, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, സോ ഇതിന്റെയൊക്കെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. നമുക്ക് പരീക്ഷകളിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും. സോ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ സമയത്ത് പഠിക്കുമ്പോൾ ഉപകാരപ്രദമായിരിക്കും തീർച്ചയായിട്ടും. സോ അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിർബന്ധമായിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മള് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ 9ലേക്ക് വന്നപ്പോൾ നമ്മൾ ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ രണ്ട് ചാപ്റ്റർ നമ്മൾ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ തന്നെ മാനുവറും ഫെർട്ടിലൈസറും ഈ രണ്ട് ചാപ്റ്ററിലായാലും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നിങ്ങൾക്കറിയാം, നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ചവരാണ്, 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്കറിയാം മാനുവറും ഫെർട്ടിലൈസറും അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സിലബസ് പ്രകാരം. സോ ഇതിൽ തന്നെ ഞാൻ പറയട്ടെ, നമ്മളൊരു ചെടി വളരുന്ന സമയത്ത് നമുക്കൊരു ചെടിയെ വളർത്തിയെടുക്കണം. സോ ചെടി വളർത്തിയെടുക്കണമെങ്കിൽ, അതിന് വളരണമെങ്കിൽ അതിന് എന്താവശ്യമുണ്ട്, ന്യൂട്രിയൻസ് ആവശ്യമുണ്ട് അല്ലെ. ഏതൊരു ഓർഗാനിസം എടുത്തു കഴിഞ്ഞാലും അതിന്റെ വളർച്ചയ്ക്കും അതിന്റെ റിപ്പയറിങ്ങിനും അതിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ അണ്ടർഗോ ചെയ്യണമെങ്കിൽ അല്ലെ എന്ത് വേണം, എനർജി വേണം, ന്യൂട്രിയൻസ് വേണം അല്ലെ. ബേസിക്കലി നമുക്ക് കുറെ ന്യൂട്രിയൻസ് വേണം എന്ന് പറയാം അല്ലെ. വളർച്ചയ്ക്ക് എന്തായാലും എന്ത് വേണം, ന്യൂട്രിയൻസ് വേണം. അതുപോലെ തന്നെയാണ് ചെടികൾക്കും എന്ത് വേണ്ടി വരും, ന്യൂട്രിയൻസ് വേണ്ടി വരും. അപ്പൊ ചില ന്യൂട്രിയൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. സോയിലിൽ ഇപ്പൊ എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിന് അപ്പോഴാണ് നമ്മൾ മാനുവറും ഫെർട്ടിലൈസറും ഒക്കെ എന്ത് ചെയ്യുന്നത്, എക്സസീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ന്യൂട്രിയന്റ് മാനേജ്മെന്റ്. ഇപ്പൊ ഇവിടെ കുറച്ച് എന്താ പറയാ, ന്യൂട്രിയന്റ് സോഴ്സും ന്യൂട്രിയന്റ് ഏതൊക്കെ കിട്ടുന്നു എന്ന്, ഇവിടെ പ്ലാന്റിന് കിട്ടുന്ന കുറച്ച് ന്യൂട്രിയൻസും അത് കിട്ടുന്ന സോഴ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാവരും. സോ ന്യൂട്രിയൻ മാനേജ്മെന്റിൽ നമുക്ക് എയറിൽ നിന്ന് ചെടികൾക്ക് ന്യൂട്രിയന്റ് കിട്ടും. അത് കാർബണും ഓക്സിജനും ഒക്കെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് അറിയാലോ. അപ്പൊ അതിലൊക്കെ എന്തുണ്ട്, കാർബണും ഓക്സിജൻ ഒക്കെ ഉണ്ട്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബണും ഓക്സിജനും ഒക്കെ ആർക്ക് കിട്ടുന്നുണ്ട്, ചെടികൾക്ക് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ വെള്ളത്തിൽ നിന്നാണ് നിങ്ങൾക്ക് അറിയാം, H2O ആണല്ലോ. അപ്പൊ വെള്ളത്തിലൂടെ നമുക്ക് ചെടികൾക്ക് എന്ത് കിട്ടും, ഹൈഡ്രജനും അതോടൊപ്പം തന്നെ ഓക്സിജൻ ലഭിക്കുന്നുണ്ട്. ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, അക്കൂടത്ത് തന്നെ എന്തുണ്ട്, വെള്ളത്തിലൂടെയും കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. ഇനി അടുത്തത് സോയിൽ. ഏറ്റവും പ്രധാനപ്പെട്ടത് സോയിൽ തന്നെയാണ് കേട്ടോ. സോയിലൂടെ ഒരുപാട് തരത്തിലുള്ള ന്യൂട്രിയൻസ് ചെടികൾക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ തന്നെ ചെടികൾക്ക് ധാരാളം ആവശ്യമുള്ളതുണ്ട്, കുറച്ച് മാത്രം ആവശ്യമുള്ളതും ഉണ്ട്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മാക്രോ ന്യൂട്രിയന്റും മൈക്രോ ന്യൂട്രിയന്റും ആണ്. മാക്രോ ന്യൂട്രിയന്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത്, അത് കൂടുതലായിട്ട് ചെടികൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമുള്ള ന്യൂട്രിയന്റിനെയാണ് നമ്മൾ ഈ മാക്രോ എന്ന് പറയാം. മൈക്രോ എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്, വളരെ കുറച്ച് അളവിൽ മതിയാവും എന്നുള്ളതാണ്. മാക്രോ ന്യൂട്രിയന്റിൽ വരുന്ന ആള് NPK ആണ്. ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, NPK. N എന്ന് പറയുമ്പോൾ നൈട്രജൻ, P ഈസ് ഫോർ ഫോസ്ഫറസ് ആൻഡ് K ഫോർ പൊട്ടാസ്യം. ഇതാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വേണ്ടത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച്, നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. നൈട്രജൻ, ദെൻ ഫോസ്ഫറസ്, പൊട്ടാസ്യം. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, അതായത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. NPK എന്ന് ആലോചിച്ചാൽ മതി. ഫെർട്ടിലൈസറും കേട്ടിട്ടുണ്ടാവില്ല, NPK. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ആണ്. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്, പിന്നെ മഗ്നീഷ്യം വേണം. ഓർത്ത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, മഗ്നീഷ്യം വേണം. അപ്പൊ മഗ്നീഷ്യം ഓർമ്മിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ തന്നെ നിങ്ങൾ ഒരു കണക്ഷൻ എടുക്കണം. എന്തറിയോ, മാംഗനീസ് എന്ന് പറയുന്ന വേറൊരാളുണ്ട്, മാംഗനീസ്. ഈ മാംഗനീസ് എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയന്റാ. അപ്പൊ അത് താഴത്തിൽ പഠിച്ചോളാം, അപ്പൊ തന്നെ താഴെ പഠിച്ചോളാം. മഗ്നീഷ്യം മാക്രോ ആണെങ്കിൽ മാംഗനീസ് എന്താണ്, മൈക്രോ ആണ്. അപ്പൊ മാംഗനീസ് പഠിച്ച ഒരാൾക്ക് മോളിബ്ഡിനം ഓർത്ത് വെക്കാൻ വലിയ പണിയില്ല, അല്ലെങ്കിൽ എമ്മിൽ കണക്ഷൻ ഉള്ളതാണ്. മോളിബ്ഡിനം, MO. അപ്പൊ മോളിബ്ഡിനം ഏതിൽ പെടുത്താം, മൈക്രോ ന്യൂട്രിയന്റിൽ പെടുത്താം, മോളിബ്ഡിനം. ഓക്കെ അല്ലേ. ഇനി മാക്രോയിലേക്ക് വരുമ്പോ കാൽസ്യം, സൾഫർ. കാൽസ്യവും ഉണ്ട്, സൾഫറും ഉണ്ട്. അപ്പോൾ മാക്രോ ഒന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. പിന്നെന്താ നമ്മൾ പറഞ്ഞു മഗ്നീഷ്യം ഉണ്ട്. അപ്പൊ മഗ്നീഷ്യം മാക്രോയിലാണെങ്കിൽ മൈക്രോയിൽ മാംഗനീസ് ഉണ്ട്. മാംഗനീസ് ഉണ്ടാവുമ്പോൾ മോളിബ്ഡിനം ഉണ്ട് അല്ലെ. പിന്നെ മാക്രോയിൽ വേറെ എന്താ, മാക്രോയിൽ പിന്നെ എന്തുള്ളത്, കാൽസ്യം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സൾഫറും വരുന്നുണ്ട്. ഇനി മൈക്രോയിൽ വരുമ്പോൾ ബാക്കി വരുന്നത് എന്തൊക്കെയാ, മൈക്രോയിൽ വരുന്നത് അയേൺ, ബോറോൺ, സിങ്ക്, കോപ്പർ, ക്ലോറിൻ. ഇതൊക്കെ വരുന്നുണ്ട്. അയൺ വരുന്നുണ്ട്, പിന്നെ മാംഗനീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പിന്നെ ബോറോൺ വരുന്നുണ്ട്, സിങ്ക് വരുന്നുണ്ട്, കോപ്പർ വരുന്നുണ്ട്, മോളിബ്ഡിനം വരുന്നുണ്ട്, ക്ലോറിൻ വരുന്നുണ്ട്. ഇതാണ് മൈക്രോ ന്യൂട്രിയന്റ്. അപ്പൊ മാക്രോ ന്യൂട്രിയന്റും പഠിച്ചു, മൈക്രോ ന്യൂട്രിയന്റും പഠിച്ചു.
അപ്പൊ ഇതൊക്കെ നമുക്ക് സോയിലൂടെ ലഭിക്കുന്നതാണ് കേട്ടോ. സോയിലിലൂടെ നമ്മൾ വളം ഇട്ട് കൊടുത്തോ, മാനുവർ ഇട്ട് കൊടുത്തോ, ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തോ, അല്ലെങ്കിൽ സോയിലിൽ തന്നെ നാച്ചുറലി പ്രസന്റ് ആയിരിക്കുന്ന ന്യൂട്രിയന്റ് ഒക്കെയാണ് അതൊക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം മാനുവർ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാനുവർ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിക്കൊള്ളാം അത് ഓർഗാനിക് ആണെന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ ഡെഡ് ഡീക്കേയിങ് വേസ്റ്റ് മാറ്റർ, പ്ലാന്റിന്റെ വേസ്റ്റ് ആയാലും ആനിമലിന്റെ വേസ്റ്റ് ആയാലും ഒക്കെ അതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് മാനുവർ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ഫീൽഡിൽ തന്നെ നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, ഫാക്ടറികളിലൊന്നും അല്ല ചെയ്യുന്നത്, നമ്മുടെ തന്നെ വയലുകളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് മാനുവർ എന്ന് പറയുന്നത്. ഓർഗാനിക് മാറ്റർ ഡിറൈവ്ഡ് ഫ്രം സോളിഡ് ആനിമൽ ആൻഡ് പ്ലാന്റ് വേസ്റ്റ്, അതാണ് മാനുവർ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ മാനുവർ നമ്മൾ ഒരു സോയിലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കൃഷി ഭൂമിയിൽ മാനുവർ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എൻഹാൻസ് ചെയ്യുന്നുള്ളതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു സാൻഡി സോയിലിന്റെ കേസ് എടുത്തെന്ന് വിചാരിക്കാം. നല്ല പോറസ് ആയിട്ടുള്ള സാധനമാണ് സാൻഡി സോയിൽ എന്ന് പറയുമ്പോൾ. വെള്ളം ഒരിക്കലും എന്ത് ചെയ്യില്ല, പിടിച്ചു നിർത്തില്ല. വെള്ളം ഒഴിച്ചു കൊടുത്താൽ സീപ്പ് ചെയ്ത് താഴേക്ക് പോകും സാൻഡി സോയിൽ. അപ്പൊ ഈ സാൻഡി സോയിൽ നമ്മൾ മാനുവർ എന്താ പറയാ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പതുക്കെ പതുക്കെ ഇതിന് വാട്ടർ റിറ്റൻഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ വാട്ടർ ഹോൾഡ് ചെയ്യേണ്ട കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യും. ഇനി അതുപോലെ തന്നെ നമ്മൾ ക്ലേയ് സോയിൽ എടുത്തു കഴിഞ്ഞാൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി നല്ലോണം കൂടിയ സോയിലാണ് ക്ലേയ് സോയിൽ. അപ്പോൾ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി നല്ലോണം കൂടിയാൽ ഇത് പ്രശ്നമാണ്. വാട്ടർ സീപ്പ് ചെയ്ത് പോവാതിരുന്നാൽ പ്ലാന്റിന്റെ റൂട്ട്സിന് ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ പ്ലാന്റ്സ് വളരില്ല. സോ അങ്ങനെയുള്ള സോയിലിൽ ചെടികൾ വളരെ ബുദ്ധിമുട്ടാണ് ഈ ക്ലേയ് സോയിൽ. അപ്പൊ അങ്ങനെയുള്ള സോയിലിൽ നമ്മൾ മാനുവർ ഇട്ട് കഴിഞ്ഞാൽ അത് പോറസിറ്റി കൂടും, സോയിൽ പോറസ് ആവാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ക്ലേയ് സോയിൽ പോറസ് ആക്കാൻ വേണ്ടിയിട്ടും മാനുവർ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാനുവർ ഇട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഫ്രണ്ട്ലി, ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള മൈക്രോബ്സും പിന്നെ എർത്തുവോമോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടും. ഹ്യൂമസ് വർദ്ധിക്കും, സോയിലിന്റെ ടെക്സ്ചർ വർദ്ധിക്കും, ഇൻക്രീസസ് ഫ്രണ്ട്ലി മൈക്രോബ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എസെൻഷ്യൽ ആയിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം പോലുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ്, എസെൻഷ്യൽ ന്യൂട്രിയൻസ് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്. കുറവാണ്, സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ചെടികൾ വളരെ വളരും, എന്നാൽ ദ്രുതഗതിയിൽ പെട്ടെന്നുള്ള വളർച്ച സാധ്യമല്ല ചെടികൾക്ക്. ഇനി നമ്മൾ ഫെർട്ടിലൈസറിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പ്യുവർലി കെമിക്കലാണ്. ഇത് എന്താ പറയാ, നമുക്ക് ഇനോർഗാനിക് സോൾട്ടുകളാണെന്ന് പറയാം. ഇതൊരിക്കലും ഓർഗാനിക് ആവുന്നില്ല, ഇത് കെമിക്കൽസ് ആണ്. ഫാക്ടറികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ഫാക്ടറികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതാണ് പറയുന്നത് ഇനോർഗാനിക് കെമിക്കൽ സബ്സ്റ്റൻസ് സപ്ലൈഡ് ടു ക്രോപ്പ് ആണ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. ഇതിനും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്? എൻഹാൻസ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ ബൈ പ്രൊവൈഡിങ് പ്രൈമറി ന്യൂട്രിയൻ. പ്രൈമറി ന്യൂട്രിയൻസ് ആയ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അഡിക്വേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. കാരണം അതിന്റെ സോൾട്ട് ആണല്ലോ ഈ പറഞ്ഞിരിക്കുന്ന ഫെർട്ടിലൈസർ. പിന്നെ അതുപോലെ തന്നെ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, വളരെ എളുപ്പത്തിൽ സ്റ്റോർ ചെയ്യാതെ, വല്ല ബൾക്കല്ല, വലിയ വാസൊന്നുമില്ല. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് പോർട്ടബിൾ ആണ്, കൊണ്ടു നടക്കാനും സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ വളരെ ഈസി ആണെന്നുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കാം. പിന്നെ നമ്മൾ പറയേണ്ടത്, വളരെ പെട്ടെന്ന് ഈൽഡ് ഉണ്ടാണെങ്കിൽ, വളരെ പെട്ടെന്ന് കൃഷി വികസിക്കണമെങ്കിൽ നമുക്ക് ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബിക്കോസ് കെമിക്കൽസ് ആണ്, നമുക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് പെട്ടെന്ന് കൊടുക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് വളരാനും വിളവുണ്ടാക്കാനും പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്കറിയാം ഇത് കെമിക്കൽസ് ആണ്. ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ ആദ്യം ഒരു തവണ ഫെർട്ടിലൈസർ ഉപയോഗിച്ചാൽ നല്ല ഈൽഡ് കിട്ടി, ഓക്കെ, നിങ്ങൾ വീണ്ടും ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ സോയിലിന്റെ നാച്ചുറൽ ആയിട്ടുള്ള അതിന്റെ ഒരു ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വലിയ വസ്തുത. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് പറയുന്നത്, റെഡ്യൂസ് സോയിൽ ഫെർട്ടിലിറ്റി. മാത്രമല്ല, ഈ പറഞ്ഞിരിക്കുന്ന ഫെർട്ടിലൈസർ, ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഫെർട്ടിലൈസർ കൃഷിഭൂമിയിൽ എക്സസീവ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ട് എന്ന് വിചാരിക്കാം, മഴവെള്ളം വന്നു, മഴ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞിരിക്കുന്ന ഫെർട്ടിലൈസർ കെമിക്കൽസിനെ കൊണ്ട് ഈ വെള്ളം ഒലിച്ച് തൊട്ടടുത്തുള്ള വാട്ടർ ബോഡിയിലേക്ക് പോയി അവിടെയുള്ള എല്ലാ തരത്തിലുള്ള ജീവികളെ അത് ബാധിക്കുന്നു, വാട്ടറിനെ അത് മലിനീകരിക്കുന്നു, പൊല്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. അതാണ് പറയുന്നത് കോസസ് വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, പൊല്യൂഷൻ ഉണ്ടാക്കി. ഈ കെമിക്കൽ ആയതുകൊണ്ട് തന്നെ ഇഞ്ചുറീസ് ടു ഹെൽത്ത് ആണ്, നമുക്കിത് ആരോഗ്യത്തെ ബാധിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ഒരുപാട് നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അത് ആരോഗ്യത്തെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ
ഇത്രയും കാര്യങ്ങളാണ് സാറിന് പറയാനുള്ളത്. സോ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഏത് ഏരിയ, ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്നുള്ളത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് രേഖപ്പെടുത്തണം. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുമുട്ടാം. അതുവരെക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ, സ്റ്റേ സേഫ്.